നിങ്ങൾക്കും ഒരു എക്സ്പേർട്ടിന്റെ ആവശ്യമില്ലാതെ ഈസി ആയിട്ട് ലാപ്ടോപ്പ് വാങ്ങാൻ പറ്റും. ഇതിൽ നമ്മൾ മാക്സിമം കണ്ടന്റ് കവർ ചെയ്യുന്നുണ്ട്. ഓൾസോ നമ്മൾ മോസ്റ്റ് കോമൺ കണ്ടന്റ്സ് നമ്മൾ ലാസ്റ്റേക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഒന്ന് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് എങ്ങനെ ചൂസ് ചെയ്യാം, പിന്നെ ഫ്രഷ് ലാപ്ടോപ്പ് എങ്ങനെ ചൂസ് ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു വീഡിയോ. ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. സെക്കൻഡ് ആണെങ്കിലും ഫ്രഷ് ആണെങ്കിലും നമ്മൾ ആദ്യം ചൂസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് വി ഷുഡ് ഫൈൻഡ് എന്താണ് നമ്മുടെ പർപ്പസ്. ഓഫീസ് പർപ്പസ് ആണോ, വീഡിയോ 3D മോഡലിംഗ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്ത് ബഡ്ജറ്റ് കണക്കാക്കുക എന്നുള്ളത് ഫസ്റ്റ് ഇതിന്റെ ബേസിക് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യമാണ്. ദെൻ വി ഗെറ്റ് ടു ദ പാർട്ട്. സെക്കൻഡ് ഹാൻഡ് ചൂസ് ചെയ്യുന്നതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ആണ്. അതായത് പുറത്ത് നിങ്ങൾക്ക് സ്ക്രാച്ചസ്, ഡാമേജസ് എന്തെങ്കിലും ഉണ്ടോ, വിസിബിൾ ആയിട്ടുള്ളത് ഉണ്ടോ എന്നുള്ളത് നോക്കുക. സ്ക്രീൻ ടെസ്റ്റ് ചെയ്യുക, അതിൽ ഡെഡ് പിക്സൽസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതേപോലെ ബാറ്ററി ഹെൽത്ത് കാര്യങ്ങൾ നോക്കുക. രണ്ടാമതായിട്ട് നമുക്ക് ഇന്റേണൽ ഹെൽത്ത് ആണ്. CPU ടു സ്പെക്കി പോലത്തെ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് റാമും അതിന്റെ സ്റ്റോറേജും നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ളതാണോ വരുന്നത്, പിന്നെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. പിന്നെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട് നോക്കുക. കീബോർഡ് ചെക്ക് ചെയ്യുക, അതേപോലെ മൗസ് പാഡ്, വെബ് ക്യാം, മൈക്ക് ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിനൊക്കെ നമുക്ക് ഇപ്പോൾ ഡിസ്പ്ലേ കാണുന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നമുക്ക് സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഓൺലൈനിൽ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നിർബന്ധമായിട്ടും എല്ലാ കീയും ടെസ്റ്റ് ചെയ്തിരിക്കണം. അത് ലാപ്ടോപ്പ് നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഇഷ്യൂ ആണ്. ഉറുമ്പൊക്കെ കയറിയിട്ടുള്ള എല്ലാ സ്വിച്ചും അടിച്ചു പോകുന്ന ഒരു കേസ് അതുണ്ടാകാൻ പാടില്ല. അത് ചേഞ്ച് ചെയ്യാൻ നല്ലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും. അതേപോലെ സ്പീക്കേഴ്സിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലമ്പുന്നുണ്ടോ എന്നുള്ളത് കാര്യമായിട്ട് നോക്കണം. ഹൈ വോളിയത്തിൽ നിങ്ങളത് ടെസ്റ്റ് ചെയ്ത് നോക്കുക വേണം. ഇതൊക്കെ രണ്ടാമത്തെ ഇന്റേണൽ ഹെൽത്തിൽ വരുന്നതാണ് കേട്ടോ. മൂന്നാമതായിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണ് വരുന്നത്. അത് ഒറിജിനലി പ്രൊവൈഡഡ് ആണോ, അതിൽ ക്രാക്ക് കയറ്റിയതാണെങ്കിൽ ക്രാക്ക് ആണോ, അപ്ഡേറ്റഡ് കാര്യങ്ങൾ വരുമോ എന്നുള്ള കാര്യങ്ങൾ, ഔട്ട്ഡേറ്റഡ് ആവോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. നാലാമതായിട്ട് ബാറ്ററി ചേഞ്ച് ചെയ്തിട്ടുണ്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് ബാറ്ററി നമുക്ക് രണ്ടാമത് യൂസ് ചെയ്ത സാധനമാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ഹെൽത്ത് വളരെ കുറവായിരിക്കും. ഈവൻ മാക് ബുക്ക് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനത്തെ കേസിൽ ബാറ്ററി മാറ്റാൻ നമുക്ക് എത്ര ചാർജ് വരും, അതേപോലെ അഡാപ്റ്റർ നമുക്ക് ഒറിജിനൽ ആണോ തരുന്നത്, അഡാപ്റ്റർ ഉണ്ടോ ഇല്ലോ എന്നുള്ള കാര്യങ്ങൾ. അഞ്ചാമതായിട്ട് പ്രൈസ് കമ്പാരിസൺ ആണ്. നിങ്ങളൊരു പ്രൈസ് കേട്ടാൽ ഡയറക്റ്റ് പോയിട്ട് നിങ്ങളത് ഒരിക്കലും ചൂസ് ചെയ്യരുത്. ഒരുപാട് OLX ആണെന്നുണ്ടെങ്കിൽ, കാഷിഫൈ ആണെന്നുണ്ടെങ്കിലും, ഫേസ്ബുക്കിന്റെ മാർക്കറ്റ് പ്ലേസ് ആണെങ്കിലും എല്ലായിടത്തും കമ്പാരിസൺ ചെയ്തതിന് ശേഷം മാത്രം ബെസ്റ്റ് പ്രൈസ് നോക്കിയിട്ട് നിങ്ങൾ അത് ചൂസ് ചെയ്യാം. പിന്നെ സെക്കൻഡ് എടുക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം, ഒരു 7 days എങ്കിലും. ഇതിപ്പോ ലാപ്ടോപ്പിന്റെ കേസ് മാത്രമല്ല, ഏത് നിങ്ങൾ ഇലക്ട്രോണിക് കാര്യങ്ങൾ നിങ്ങൾ സെക്കൻഡ് എടുക്കുകയാണെങ്കിലും 7 days നിങ്ങൾ മിനിമം അതിന്റെ ട്രയൽ നിങ്ങൾ നോക്കണം. കാരണം ഇലക്ട്രോണിക് സാധനങ്ങളാണ്, യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത് കേടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാധനമാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. സോ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ ഓപ്പൺ ബോക്സ് സാധനങ്ങൾ എടുക്കുക. സെക്കൻഡ് കുറെ യൂസ് ചെയ്ത സാധനങ്ങൾ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഓപ്പൺ ബോക്സ് ഒക്കെ നിങ്ങൾക്ക് ഫ്രഷിന്റെ പ്രൈസിൽ തന്നെ കുറെ വേരിയേഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അത് പറ്റുമെങ്കിൽ അത് അങ്ങനെ തന്നെ ചൂസ് ചെയ്യുക. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലാസ്റ്റ് പറയാനുണ്ട്. നമ്മൾ ഇനി ഫ്രഷിലേക്ക് കിടക്കുകയാണ്. ഫ്രഷിലേക്ക് കിടക്കുമ്പോൾ മുകളിൽ പറഞ്ഞ പോലെ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ സ്ട്രക്ചർ, അതായത് എന്ത് പർപ്പസ് ആണ്, എത്രയാണ് ബഡ്ജറ്റ് എന്നുള്ളത് കൺസിഡർ ചെയ്തതിന് ശേഷം ഫസ്റ്റ് നമുക്ക് പ്രോസസ്സർ ആണ്. പ്രോസസ്സർ ഡീപ്പായിട്ട് കുറെ പറയാനുണ്ട്, എന്നാലും മനസ്സിലാവുന്ന രൂപത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. AMD, Intel, അതേപോലെ M1 ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സേഴ്സ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലേറ്റസ്റ്റ് ജെൻ എടുക്കാൻ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. കാരണം i3 13th ജനറേഷന് നിങ്ങൾക്കൊരു i7 4th ജനറേഷന് 5th ജനറേഷനൊക്കെ എടുക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ്. ഇത് പലർക്കും അറിയില്ല. എന്നിട്ട് ഇപ്പോഴും സെക്കൻഡ് എടുത്തുകൊണ്ട് കൊടുക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്. പിന്നെ റാം നോക്കണം. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരു ബെഞ്ചിൽ എത്രത്തോളം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും, അതാണ് ആ ബെഞ്ചിന്റെ കപ്പാസിറ്റി. അതേപോലെ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് റാം എന്നുള്ളത്. നമ്മൾ ആപ്സ് ഒക്കെ റൺ ചെയ്യുമ്പോൾ. അതേപോലെ സ്റ്റോറേജ് നോർമലി നമുക്ക് ഫയൽസ് ഒക്കെ സേവ് ചെയ്യാനുള്ളതാണ്. അതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് C ഡ്രൈവിന് തന്നെ അത്യാവശ്യം നമുക്ക് ആപ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോറേജ് പോകും. അപ്പോൾ ഈ 128ഉം 256 ഒക്കെ ഒരു നല്ല യൂസേജ് ഉള്ള ആൾ പോയി പ്രൈസിന്റെ വേരിയേഷൻ നോക്കിയിട്ട് എടുക്കരുത്. പിന്നീട് അത് എക്സ്പാൻഡ് ചെയ്യാനും അതേപോലെ നമ്മൾ പർപ്പസ് നടക്കാതൊക്കെ C ഡ്രൈവ് ഒക്കെ ഫുൾ ആയാലും ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. സോ അത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കണം. അടുത്തതായിട്ട് ബാറ്ററി ആണ്. ബാറ്ററിന്റെ കേസിൽ നിങ്ങൾ മാക്സിമം നമുക്കിപ്പോൾ നോർമൽ ബ്രാൻഡ്സിനൊക്കെ നമുക്ക് ആകെ ഒരു 4 to 5 hours കിട്ടുള്ളൂ. ഇപ്പോൾ മാക് ബുക്ക് അല്ലെങ്കിൽ ഗാലക്സി ബുക്ക് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ, അതിൽ തന്നെ നമുക്ക് ഗെയിമിങ്ങിന്റെ ലാപ്ടോപ്സ് ആണെന്നുണ്ടെങ്കിൽ പ്ലഗ് ഇൻ ചെയ്യുമ്പോഴാണ് അതിന്റെ മാക്സിമം പെർഫോമൻസും കിട്ടുന്നത്. അത് നിങ്ങൾ നോക്കിയെടുത്താൽ മതി.
അതിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഓഫീസ് പർപ്പസിനൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ലോങ് ഹവേഴ്സ് ഉള്ള ബാറ്ററി ഒക്കെ നോക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർ പ്ലഗ് ഇൻ ചെയ്ത് കാണാൻ അങ്ങനെ യൂസ് ചെയ്യാനായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്പ്ലേ നോക്കുമ്പോൾ നിങ്ങൾ 120 Hz മിനിമം അല്ലെങ്കിൽ 144 ഒക്കെ നോക്കുക. കാരണം പർപ്പസ് അല്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് മിനിമം വേണം ഒരു സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ട്. ഈ ഡിസ്പ്ലേ നിങ്ങളെ ഗ്രാഫിക്സ് കാർഡായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ RGB അതിൻ്റെ കളറിങ്ങും ഒക്കെ നിങ്ങൾ ആ ബ്രാൻഡിൻ്റെ നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് കൺസിഡർ ചെയ്യണം, ചെക്ക് ചെയ്യണം. ഓൺലൈനിൽ നിങ്ങൾ ഒരു വാല്യുവേഷൻ തന്നെ നടത്തണം. രണ്ടാമത്തെ സെക്ഷനിൽ ഫ്രഷ് ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ബ്രാൻഡിൻ്റെ ക്വാളിറ്റി, റീസെയിൽ വാല്യൂ, അതിൻ്റെ ഡ്യൂറബിലിറ്റി, അതിൽ സാധാരണ ഉണ്ടാക്കുന്ന ലാപ്ടോപ്പിൻ്റെ ഡ്യൂറബിലിറ്റി നിങ്ങൾ നോക്കണം. ഈ സെക്ഷനിൽ മൂന്നാമതായിട്ട് നിങ്ങൾ ആ ബ്രാൻഡ് നിങ്ങൾക്ക് ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് എങ്ങനെ നൽകുന്നത് എന്നുള്ളത് കൺസിഡർ ചെയ്യണം. കാരണം ലാപ്ടോപ്പ് ആണ് ഒരുപാട് കേസസിൽ നമുക്ക് ഫോണിനെക്കാട്ടും കൂടുതൽ ഡാമേജ് വരുന്ന ഒരു സിറ്റുവേഷൻ വരും. അവരുടെ കസ്റ്റമർ സപ്പോർട്ടൊക്കെ നിങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് വാല്യൂ ചെയ്യണം. നാലാമതായിട്ട് ഈ സെക്ഷനിൽ വരുന്നത് നിങ്ങൾ ഓൺലൈനായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇലക്ട്രോണിക് സാധനം, ലാപ്ടോപ്പ് മാത്രമല്ല എല്ലാ ഇലക്ട്രോണിക് സാധനം നിങ്ങളൊരു ഓപ്പൺ ബോക്സ് ചെയ്യുമ്പോൾ ക്യാമറ ഓൺ ആക്കിയിട്ട് അതിന് മുമ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ ആക്കിയിട്ട് നോക്കുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്സും അറിയാത്ത കാര്യങ്ങളുമാണ്. ഇന്റലിന്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഓരോ സീരീസിനും നമുക്ക് അതിനൊരു കോഡ് ലെറ്റേഴ്സ് കാണാം. അതിൽ ലാസ്റ്റ് നമുക്ക് യു വരുന്നത് ഏറ്റവും ബേസിക് ആയിട്ട് പെർഫോം ചെയ്യുന്നതിനാണ്. അതേപോലെ പി വരുന്നുണ്ട് കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ്. എച്ച് ആണ് നമുക്ക് നല്ല പെർഫോമൻസ് വരുന്ന ഒരു സീരീസ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ പ്രൈസ് വേരിയേഷൻ ഉണ്ട്. ഈ ഒരു സീരീസിൽ ലെറ്റർ മാറുന്നതിനനുസരിച്ച് തന്നെ അതിൻ്റെ പെർഫോമൻസ് മാറും. പിന്നെ G7 സീരീസ് വരാറുണ്ട്. അതിൽ ഐറിസ് XE ഗ്രാഫിക്സ് ഇൻബിൽറ്റ് ആയിട്ട് കൊടുക്കുന്നതിനാണ് അത് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. പലരും കേട്ടിട്ടുണ്ടാവും 8 കോർ 16 കോർ. ഈ എന്താണ് 8 കോർ 16 കോർ? ഇത് നമ്മൾ മാക്സിമം മൾട്ടി ടാസ്കിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതലുള്ളത് ചൂസ് ചെയ്യണം. കാരണം ഇതിപ്പോൾ നേരത്തെ റാമിൻ്റെ കേസ് പറഞ്ഞപ്പോൾ അതിൽ മൾട്ടി ടാസ്കിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇത് കൂടുതലുള്ളതിന് ഉണ്ടാവും. അത് ഈ ബേസിക് ആയിട്ടുള്ള ആൾക്കാരല്ലാത്തവരൊക്കെ നമ്മൾ എഡിറ്റിംഗ് ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ 3D മോഡലിംഗ് ഒക്കെ എടുക്കുന്നവരെ അത് കൂടുതലുള്ള എടുക്കണം. അതൊക്കെയാണ് മാക്കിൻ്റെ ഒക്കെ പ്രത്യേകത. അവർക്കത് കൂടുതലുണ്ട്. നല്ല സ്മൂത്ത് റണ്ണിങ് ആണ്. പിന്നെ ഗ്രാഫിക്സ് കാർഡ് ചൂസ് ചെയ്യുന്നത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്കൊരു 6GB ഒരു 1660 Ti ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ പഴയ മോഡലുണ്ട്. അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ പഴയൊരു ഗ്രാഫിക്സ് എടുക്കുക. ഓവർ ഒരു 2GB നിങ്ങൾക്ക് 40, 50 അല്ലെങ്കിൽ പുതിയ ഒരു ഗ്രാഫിക്സ് ഉള്ളടുത്ത് ചൂസ് ചെയ്യരുത് തന്നെ പറയും. കാരണം നമ്മൾ ഈ ഗ്രാഫിക്സ് എന്തിനാണ്? നമുക്ക് ഹൈ ലെവൽ പെർഫോമൻസ് ചെയ്യുന്ന ആപ്സ് നമുക്ക് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരുടെ അപ്ഡേറ്റ് തന്നെ ഔട്ട്ഡേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് എന്ന് കാണിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്. ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് മാറ്റാന്നൊക്കെ പറയുന്നത് ഒരു ഫയൽസ് നമ്മളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് മാറ്റുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഗ്രാഫിക്സ് കാർഡൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ ലേറ്റസ്റ്റ് വേർഷൻ, ലേറ്റസ്റ്റ് ജെൻ തന്നെ നോക്കണം. അതിൽ തന്നെ നിങ്ങൾക്ക് കുറഞ്ഞ വേരിയന്റ് ഉണ്ടാവും, വലിയ വേരിയന്റ് ഉണ്ടാവും. അത് ചൂസ് ചെയ്താൽ മതി. ഒരിക്കലും നിങ്ങൾ പഴയ ഗ്രാഫിക്സിലേക്ക് പോകരുത്. പിന്നെ ലാപ്ടോപ്പിന്റെ കേസിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഫസ്റ്റ് എടുത്ത ഒരാൾക്കല്ലാത്തവർക്കൊക്കെ ഈ ഇലക്ട്രോണിക് സാധനം ഇതിൽ ബിറ്റ്കോയിൻ മൈനിങ് ഒക്കെ നടത്തിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടുപോകുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് യാതൊരു സേഫ്റ്റി ഉണ്ടാവില്ല. അതേപോലെ നല്ല ഹീറ്റിംഗ് ഇഷ്യൂസ് വരും, ബാറ്ററി ഡ്രെയിനേജ് വരും. അതേപോലെ നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡ് മര്യാദക്ക് വർക്ക് ചെയ്യൂല. ഇപ്പോൾ വൈഫൈൻ്റെ കേസ് പറയണമെന്നുണ്ടെങ്കിലും ബ്ലൂടൂത്ത് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഡിസ്പ്ലേ അഡാപ്റ്റേഴ്സ് ആണെങ്കിലും ഇതൊക്കെ നിങ്ങൾ ഡിവൈസ് മാനേജറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങളത് ചൂസ് ചെയ്യുക. കാരണം ഇതൊക്കെ നമ്മൾ ഒരൊറ്റ വട്ടം റീസ്റ്റാർട്ട് ചെയ്താൽ അത് കുറച്ച് സ്മൂത്തായിട്ട് റൺ ചെയ്യുമെങ്കിലും നമ്മളെ ഫയൽസും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് അത് നോക്കുമ്പോൾ അത് വർക്ക് ചെയ്യാത്തത്, ഇപ്പോൾ വൈഫൈ ഓൺ ആക്കിയിട്ട് ഓൺ ആവാതെ അതേപോലെ സ്റ്റക്ക് ആവുന്ന ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ അത് നിങ്ങൾ കൺസിഡർ ചെയ്യണം. മാക്സിമം നല്ലൊരു ബ്രാൻഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡീലർ അടുത്ത് തന്നെ സെക്കൻഡ് ഹാൻഡ് നിങ്ങൾ ചൂസ് ചെയ്യണം. ഒരു 14 days അല്ലെങ്കിൽ ഒരു 1 month ഗ്യാപ്പിൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാനുള്ള വാറണ്ടി കിട്ടുമെന്നുള്ളത് നിങ്ങൾ നോക്കണം. ഇതൊക്കെ ഒരു ഇലക്ട്രോണിക്സ്, ലാപ്ടോപ്പ് മാത്രമല്ല ഇലക്ട്രോണിക്സ് എടുക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിനെന്തായാലും സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ എത്രത്തോളം സൂക്ഷിക്കുന്നതിന് ഒരു പരിധി നമുക്കറിയാം. ഹ്യൂമൻസ് ആണ്, മനുഷ്യരാണ്. അവർ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ ഡാമേജ് ഒക്കെ പറ്റാതെ നിൽക്കില്ല. അതിലും ആൾക്കാരെ മേത്തിലേക്ക് ചാമ്പുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാണ് ഞാൻ ഈ പറയുന്നത്. ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇതിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യ്, നമുക്കത് ഡീപ്പായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. നോ വറീസ്, ഐ എം ഹിയർ ഫോർ യു. അതേപോലെ ക്ലോക്ക് സ്പീഡ് 2.4 GHz എന്ന് പറയുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ കൺസിഡർ ചെയ്യണം. അത് നിങ്ങളെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ സ്പീഡാണ്. അത് മാറ്റർ ആകും.
മാക്സിമം അത് 4 something ആണ് വരുന്നത്. പക്ഷെ മിനിമം നിങ്ങൾ ഒരു ബേസിക് യൂസിന് 2.4 എങ്കിലും നിങ്ങൾക്ക് അത് വേണം. ഇനി നമ്മൾ പേഴ്സണൽ ഒപ്പീനിയനിലേക്ക് വരാം. എടുക്കാൻ ബഡ്ജറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റർ ഓപ്ഷൻ ഓപ്പൺ ബോക്സ് കിട്ടും. അതായത് ജസ്റ്റ് പൊട്ടിച്ചാലും വാറന്റി ബാക്കിയുള്ള പീസ് നിങ്ങൾ നോക്കണം. ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ബ്രാൻഡായിട്ട് മുട്ടാൻ പറ്റും. ഒന്നത് പിന്നെ നിങ്ങൾ എടുക്കുന്ന ആൾ ഇത് ഏത് തരത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വാറന്റി പീസ് എടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രസ്റ്റഡ് ഡീലേഴ്സ് അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾ എന്താക്കണം, ചൂസ് ചെയ്യണം. ഇത് ഞാൻ പറയാനുള്ള കാരണം ഡീലേഴ്സ് തന്നെ ഇതിലെ പാർട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അല്ലെങ്കിൽ ഒപ്പിച്ചിട്ടൊക്കെ ഇട്ടിട്ട് ഇതിന്റെ റേറ്റ് കുറച്ച് കൊടുക്കുക. അതായത് ഒരു വാങ്ങുന്നത് വളരെ ചീപ്പ് റേറ്റിനായിരിക്കും, എന്നിട്ട് മറിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഉടായ്പകളെല്ലാം ചെയ്തിട്ട് മറിച്ച് കൊടുക്കുന്ന ടീമുണ്ട്. സോ അത് നല്ലോണം കൺസിഡർ ചെയ്യണം. പെട്ട ചരിത്രം തന്നെ ഒന്ന് കൂട്ടിക്കൂടി അതിൽ നിന്നുള്ള അനുഭവം കൊണ്ട് പറയുന്നതാണ്. സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ ഐ റെക്കമെൻഡ് എനിക്ക് ആപ്പിളിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം അവരെ മാക്ബുക്ക് എന്നുള്ള പ്രൊഡക്റ്റാണ്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. കാരണം അതിൽ അവർ കാണിച്ച ഒരു ഇന്റലിജൻസ് ആൻഡ് ജെന്യൂനിറ്റി ഭയങ്കരമാണ്. ഇപ്പോഴും ഞാൻ എക്സ്റ്റേണൽ കൺട്രീസിലുള്ള എഡിറ്റേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോൾ അവർ മാക് M1 Proന്റെ N1 Pro ചിപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇതിലും കുറെ കാറ്റഗറി ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ചില ആൾക്കാർ മാക്ബുക്ക് എന്ന് വിചാരിച്ചാൽ ചാടി കയറിയിട്ട് 128 256 ഒക്കെ N1 ഒക്കെ എടുക്കും. അതിൽ പ്രോ ഉണ്ട്, മാക്സ് ഉണ്ട്. അപ്പോൾ ഈ N1 അല്ലെങ്കിൽ M2 അല്ലെങ്കിൽ M3 ഇതിന്റെ ബേസിക് ആണ് ഈ ഒരു വേരിയന്റ്. ഇതിന്റെ എഡിറ്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 3D മോഡലിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രോ വേർഷൻ എടുക്കണം. അതിന് ഇപ്പോൾ മാർക്കറ്റിൽ M1 Pro തന്നെ അറൌണ്ട് 65K, അതായത് നോർമൽ ആ റേഞ്ചിൽ i5 ഒരു 11th 12th Gen ഒക്കെ എടുക്കുന്ന പൈസ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു വാല്യൂ നിങ്ങൾ മനസ്സിലാക്കണം. അവര് അതാണ് യൂസ് ചെയ്യുന്നത്, അത്രയും പവർഫുൾ ആണ്. ഈവൻ നിങ്ങളൊരു i5 ആ റേഞ്ച് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ M1 Pro ചിപ്പിന്റെ ഈ ഒരു സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നവരോടാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ പർപ്പസ് ഒരു ഓഫീസ് പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു i3 10th generation 11th generation ബേസിക് എഡിറ്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മതി. അതല്ല നിങ്ങൾക്കൊരു ബേസിക് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു i5 12th Gen 30th Gen ഒക്കെ മതി. ഇനി 3D മോഡലിംഗിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു 32 GB RAM തന്നെ മിനിമം വേണ്ടി വരും. അതേപോലെ നിങ്ങൾക്ക് നല്ലൊരു i9 ഒക്കെ വേണ്ടി വരും. അതിനൊക്കെ നല്ല ഇൻവെസ്റ്റ്മെന്റ് വേണം. നിങ്ങൾ ഒരു വീഡിയോ എഡിറ്റർ ആണ്, അതില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങളുടെ പർപ്പസ് നിങ്ങൾ വ്യക്തമാക്കണം. അതിനുശേഷം അത് കണക്റ്റഡ് ആയതുകൊണ്ട് മാത്രം പറയുന്നതാണ്. അത് പർപ്പസ് വ്യക്തമാക്കിയതിനു ശേഷം നിങ്ങൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നത് അത് ചെയ്യണം. അത് ചെയ്തിട്ട് അത് നിങ്ങളൊരു ഏണിംഗ് മാർഗം കണ്ടെത്തണം. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ബിഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയാൽ മതി. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നതിൽ പല സ്ഥലത്തും നമുക്ക് ചടപ്പ് വരും. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു ബിഗ് എമൗണ്ട് നമുക്ക് വേസ്റ്റ് ആയി പോകരുത്, അതിലൊരു നഷ്ടം ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് മാത്രം പറയുന്നതാണ്. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യുക. ഐ മേക്ക് ഷുവർ ഐ റീഡ് ദ ഓൾ കമന്റ്സ്. ബൈ.